ഇന്ന് ഉത്രാടമാണ്. ഇനി നമുക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ, ഉത്രാടപ്പാച്ചിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ഹരികൃഷ്ണൻ ചേരുന്നത്. ഹരികൃഷ്ണൻ, ഉത്രാടം ദിനാശംസകൾ. ഈ ഓണം കൂടിയാകുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഒപ്പം തന്നെ അതിന് ചുറ്റുമുള്ള വ്യാപാര കേന്ദ്രങ്ങളിലുമൊക്കെ വലിയ തിരക്കാണ്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഉത്രാടപ്പാച്ചിൽ? തിരക്കെങ്ങനെ? ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ ജനത്തിരക്ക് തന്നെയാണ്. ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു പാച്ചിൽ തന്നെയാണ്. പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത്തരത്തിൽ അവർക്ക് ഈ നാളെ തിരുവോണമാണ്. തിരുവോണം സംബന്ധിച്ച ഒരുപാട് സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാനുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെ നിന്നും ഈ കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന ഒരു നാരോ വേ ഉണ്ട്. അവിടേക്കാണ്. അവിടെ ഒരു മണ്ണിട്ടാൽ താഴാത്ത അത്രയും ജനങ്ങളുണ്ട്. അവിടേക്കൊരു വാഹനമോ മറ്റു കാര്യങ്ങളോ ഒന്നും കടന്നു പോകുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ഓണം എന്ന് പറയുന്നത് വഴിയോര കച്ചവടക്കാരുടെ കൂടി ഒരു സന്തോഷം, അല്ലെങ്കിൽ അവരുടെ വലിയ രീതിയിലുള്ള കച്ചവടം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ തരത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷം ഇവിടെ അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരിൽ നിന്നെല്ലാം സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ വലിയ കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് മുല്ലപ്പൂവ്, മറ്റു കാര്യങ്ങൾ, അതേപോലെ തന്നെ ചെറിയ വേഷ്ടി, അത്തരം കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകളുണ്ട്, ഭക്തജനങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഏതായാലും എല്ലാം പൂവും ഇലയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് വാങ്ങിക്കുന്ന അവസാന തിരക്കിലാണ്. അതിനോടൊപ്പം ചില ആളുകൾ പെട്ടെന്ന് ഇന്ന് തന്നെ വൈകിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് ഈ ഉത്രാട വിളക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അതായത് ഈ ഉത്രാട വിളക്ക് കത്തിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേഗം പോകുന്നുണ്ട്. അങ്ങനെ ആ തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ കിഴക്കേക്കോട്ടയിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കടകളിലും ഇവിടേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയാണ്. അത്രയധികം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ തിരുവനന്തപുരംകാർ മാത്രമല്ല, മറ്റിടങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കാരണം വളരെ വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം. ആ തരത്തിൽ എല്ലാ സാധനങ്ങളും സുലഭമായി കിട്ടുന്ന ഇടമാണ്. അവിടേക്ക് ആളുകൾ എത്തുകയാണ്, ആഘോഷിക്കുകയാണ്. ഓണം ആഘോഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടി. ആ തരത്തിൽ തിരുവനന്തപുരം നഗരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള വിശദാംശങ്ങൾ. വലിയ തിരക്കാണ് അവിടെയും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഉത്രാടപ്പാച്ചിലായതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കാനുള്ള ആ ഒരുക്കത്തിലും തയ്യാറെടുപ്പിലുമൊക്കെയാണ് മലയാളികൾ. അതിനുള്ള ആ ഒരു തിരക്കാണ് എങ്ങും കാണാൻ സാധിക്കുന്നത്. വിവരങ്ങളാണ് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.